മാവോയിസ്റ്റ് ഭീഷണി അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിർണായക നീക്കം. മലയാളിയടക്കം 6 മാവോയിസ്റ്റുകൾ ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിൽ കീഴടങ്ങും. വയനാട് മക്കിമല സ്വദേശി ജിഷയടക്കം 6 പേരാണ് സായുധ പോരാട്ടം നിർത്തുന്നത്. കർണാടക സർക്കാർ സിറ്റിസൺ ഇനീഷ്യേറ്റീവ് ഫോർ പീസ് എന്ന സംഘടനയുടെ മധ്യസ്ഥതയിൽ നടത്തിയ നീക്കമാണ് വിജയം കണ്ടത്. വയനാട് മക്കിമല സ്വദേശിയായ ജിഷ, തമിഴ്നാട് ആർക്കോട്ട് സ്വദേശി വസന്ത്, കർണാടക സ്വദേശികളായ ലത, വനജാക്ഷി, സുന്ദരി, ജയണ്ണ എന്ന മാരപ്പ എന്നിവരാണ് ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിൽ കീഴടങ്ങുന്നത്. സായുധ പോരാട്ടം നിർത്തി ജനാധിപത്യ പോരാട്ടത്തിലേക്ക് വരാനുള്ള സന്നദ്ധത ഈ 6 പേരും അറിയിച്ചതോടെയാണ് കീഴടങ്ങൽ സാധ്യത തെളിഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സായുധ വിപ്ലവം വിട്ടു വരുന്നുണ്ടെന്നല്ലാതെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി തന്നെ പോരാട്ടം തുടരും. இத்தனை நாள் போராடி இருந்த ஆயுத போராட்டத்தை கைவிட்டுட்டு ஜனநாயக வழியிலான போராട്ടத்துக்கு நாங்கள் இன்னைக்கு ഇറങ്ങി വന്നിരിക്കുന്നു. ഗൗരി ലങ്കേഷ് സ്ഥാപിച്ച കർണാടകയിലെ മനുഷ്യാവകാശ സംഘടനയായ സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചു. ലതയാണ് കർണാടകയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ലതയും സുന്ദരിയും വനജാക്ഷിയും ഭൂമി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധത്തിനിറങ്ങുകയും പിന്നീട് സായുധ പോരാട്ടത്തിലേക്ക് തിരിയുകയുമായിരുന്നു. 8ാം ക്ലാസ് വരെ പഠിച്ച ആദിവാസിയായ ജിഷ 2018 മുതലാണ് ആയുധം കയ്യിലെടുത്തത്. ബിടെക്കുകാരനായ വസന്തും ബിരുദ വിദ്യാഭ്യാസം നേടിയ മാരപ്പയും വിദ്യാഭ്യാസ കാലത്ത് മാവോയിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകുകയായിരുന്നു. കർണാടക കേരള അതിർത്തിയിലെ മാവോയിസ്റ്റ് ഭീഷണി അവസാനിപ്പിക്കുന്നതിൽ നിർണായക നീക്കമായാണ് ഇതിനെ കാണുന്നത്. ബലപ്രയോഗമില്ലാതെ മാവോയിസ്റ്റുകളെ കീഴടക്കി മുഖ്യധാരയിലെത്തിക്കാൻ കഴിഞ്ഞത് മാവോയിസ്റ്റ് ഭീഷണി അവസാനിപ്പിക്കുന്നതിലെ ഗുണപരമായ നീക്കമായി മാറുകയും ചെയ്യും. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.